ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയ ഒരു ഫേസ്ബുക്കിലെ CN മോഹൻ ഒരു മറുപടിയാണ് കൊടുത്തത്. അതിൽ വിജിൻ വന്ന് അതിനിടയിൽ കമൻറ്റ് ചെയ്യുന്നു. മല്ലനും മാധവന്റെ കഥയിലെ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയാണ്. അതായത് ആപത്തിൽ ഒപ്പം നിൽക്കാത്ത യഥാർത്ഥ സുഹൃത്തല്ല എന്നൊരു മറുപടി വാചകമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലും ഇന്ത്യയിലും വളരെ ശക്തമായി ഇടതുപക്ഷം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. AIVF-നും DYFI-ക്കും എല്ലാം അതിനകത്ത് വളരെ ശക്തമായ പങ്ക് വഹിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതിനകത്ത് CPI ഉന്നയിച്ചിട്ടുള്ള വളരെ ന്യായമായിട്ടുള്ള ആവശ്യമുണ്ട്. വളരെ ന്യായമായിട്ടുള്ള ആവശ്യം ഒരു മുന്നണിയിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനം. അപ്പോൾ അതിനകത്ത് വളരെ ഗൗരവമായി തന്നെ CPI ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു മുന്നണിയുടെ മര്യാദ അനുസരിച്ചിട്ട് ജനാധിപത്യപരമായി ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. പക്ഷേ അതങ്ങനെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കുകയും അതിനെ ഒരു സമ്മർദ്ദ തന്ത്രമായി പറയുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അതിനകത്ത് അസ്വസ്ഥത തോന്നേണ്ട കാര്യമില്ല. കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം CPI പറഞ്ഞത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരെ ശക്തമായൊരു തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ടു. അതിനകത്ത് കൂട്ടുത്തരവാദിത്തത്തോടുകൂടി മുന്നണി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ CPIയുടെ വോട്ടെണ്ണാൻ നടക്കുക, അല്ലെങ്കിൽ CPIക്ക് ഇത്ര വോട്ടുണ്ട് എന്നുള്ള തരത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ പരസ്യമായി രംഗത്ത് വരുന്നത് ഒട്ടും രാഷ്ട്രീയമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. CPIയുടെ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തിലെ വിജയങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചുമെല്ലാം ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ ഈ അവസരത്തിൽ അത്തരം കാര്യങ്ങളിലേക്കുള്ള ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ CPM-ന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തന്നെ അത്തരത്തിലുള്ള ചർച്ചകളുമായി രംഗത്ത് വരികയും അതിനെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ശരിയല്ല എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വലിയ ത്യാഗം സഹിച്ചു എന്നുള്ളത്. CPI-യും CPM-ഉം മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഇത്തരത്തിലുള്ള ത്യാഗം സഹിച്ച പാർട്ടികളാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാവരെയും തുല്യ പരിഗണനയിൽ തന്നെ കാണണം എന്നുള്ള അഭിപ്രായമാണ്. വലുപ്പ ചെറുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നണികളിലെ പാർട്ടികളെ വ്യത്യസ്തമായി കാണുവാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുമുണ്ട്. അതൊരു പൊതു രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതായിരിക്കണം പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഈ ഒരു കമന്റ് അതൊരു തുറന്ന പോരിലേക്കോ അല്ലെങ്കിൽ പരസ്യ പോരിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നു എന്ന് തോന്നുന്നു. അല്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരസ്യമായ ഒരു പ്രതികരണമല്ല നടത്തിയത്. പിന്നെ CN മോഹനൻ വളരെ മോശമായി CPIയെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയ സമയത്താണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അത് സ്വാഭാവികവും അദ്ദേഹത്തിനുള്ള മറുപടിയായിരുന്നു. DYFIയുടെ സംസ്ഥാന സെക്രട്ടറി അതിന് മറുപടി പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്ന് ജ്യോതി ബസ് തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ആരാണ് രാഷ്ട്രീയ നൈതികത? ഇപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ച പാർട്ടിയാണ് CPI എന്നുള്ളത്. അപ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, രാഷ്ട്രീയ ബോധ്യവും ഉണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക്. ഈ വിഷയത്തിൽ CPI തീർത്തും അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുന്നുണ്ടോ? അല്ല, ഈ വിഷയം അങ്ങനെ ഗൗരവമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ CN മോഹൻ്റെ അഭിപ്രായമോ അല്ലെങ്കിൽ M വിജിൻ്റെ അഭിപ്രായമോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ അഭിപ്രായമായി ഞങ്ങൾ കണക്കുകൂട്ടുന്നില്ല. ഇതിനകത്ത് ഇനിയും ജനാധിപത്യപരമായ ചർച്ചകൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും ആ ചർച്ചകളെ സ്വാഗതം ചെയ്യുകയാണ്. CPIക്ക് ഈ ഉപപ്രതിപക്ഷ നേതാവ് എന്നൊരാവശ്യം അത് തന്നെ അതിൽ ഉറച്ചു തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഒരു കൂട്ടുത്തരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കൂട്ടുത്തരവാദിത്തത്തോടുകൂടി മുന്നണി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ഇടത് രാഷ്ട്രീയം നിലനിൽക്കുന്നത്. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം CPI ഒരു അമിതമായ അവകാശവാദം ഉന്നയിക്കുന്നതല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം, അതുപോലെ തന്നെ മറ്റ് LDFൻ്റെ കൺവീനർ സ്ഥാനം, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പദവികളും CPM ആണ് വഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായി പോലും നിലനിൽക്കുന്നൊരു പദവിയല്ല, അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ഒന്നുമുള്ള പദവിയല്ല. പക്ഷേ അതൊരു രാഷ്ട്രീയ നേതൃത്വമാണ്. ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ള CPIയും CPM ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവാണ്. അപ്പോൾ അതുകൊണ്ട് ന്യായമായ CPIയുടെ ആവശ്യമാണ്. അതിനെ പിന്നെ സാങ്കേതികമായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പലരും അതായത് ഇത് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത പുതിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കളെ ചെയ്യുന്നത്. അത് ശരിയല്ല എന്നൊരു നിലപാട് തന്നെയല്ല. കാരണം അത്തരത്തിലൊരു ആവശ്യത്തെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു രീതി എങ്ങനെ കാണുന്നു? പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്നത് LDF ഇന്നേ വരെയും തീരുമാനിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ ഇരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവായി CPM ഏകപക്ഷീയമായി തീരുമാനിച്ചതാണ്. അങ്ങനെ ഏതെങ്കിലും LDF ചർച്ചകളിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM-നാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ചർച്ചയിലേക്ക് പോകുന്നതും ഗുണകരമല്ല എന്നുള്ളതാണ്
അത്തരം ഒരു ചർച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു CPM യുവ പ്രതിപക്ഷ നേതാവെന്ന ശരതിൽ കൃത്യമായ ചർച്ച ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് തികഞ്ഞ ആവശ്യം. അല്ല, അത് തന്നെയാണ് CPI ആദ്യഘട്ടങ്ങളിൽ തന്നെ CPM ലീഡർഷിപ്പുമായി ഉഭയകക്ഷി ചർച്ചയിലൂടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായി ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ചർച്ച നടത്തിയിരുന്നു. അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടത് LDF-ലായിരുന്നു. പക്ഷേ LDF-ന്റെ കൺവീനർ ആ LDF യോഗം വിളിച്ചിരുന്നില്ല. വളരെ വൈകിയാണ് LDF യോഗം വിളിക്കേണ്ടി വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും നാൾ LDF യോഗം ചേരാനുള്ള പ്രയാസമെല്ലാം ഉണ്ട്. അപ്പോൾ അത് വളരെ ശക്തമായി CPI ഞങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. അടിയന്തരമായൊരു LDF യോഗം ചേരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ആവശ്യം. LDF യോഗം ചേരുന്നതിനേക്കാൾ ഉപരി CPI CPM എന്ന രീതിയിലാണ് ഈ വിഷയം ആദ്യഘട്ടത്തിൽ പരിഹരിക്കപ്പെടേണ്ടത്. അതിനോടൊപ്പം തന്നെ LDF യോഗം ചേർന്ന് മറ്റ് ഘടകകക്ഷികളെ കൂടി ബോധ്യപ്പെടുത്തിയാണ് ഈ തീരുമാനമെടുക്കേണ്ടത്. അതല്ലാതെ ഒരു കത്ത് കൊടുത്താൽ, പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് കൊടുത്താൽ ഈ വിഷയം പരിഹരിക്കപ്പെടും എന്ന ധാരണയിലൊന്നും മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അതൊരു ഏകാധിപത്യ ശൈലിയാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ശൈലികളായിട്ട് മുന്നോട്ട് പോകാതെ ജനാധിപത്യപരമായ അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഏകാധിപത്യ ശൈലിയിലൂടെയുള്ള മുന്നോട്ട് പോക്കിന് പലതരത്തിലുമുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇടതുപക്ഷം ഇനിയും നവീകരിക്കപ്പെടേണ്ടതുണ്ട്, തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്. അങ്ങനെ തിരുത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ, കഴിഞ്ഞ ഭരണകാലത്ത് ഒരു ഏകാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനൊരു അഭിപ്രായം ഇല്ല. കാരണം ഭരണത്തിൻ്റെ കാലഘട്ടത്തിലല്ല, അതിനുശേഷം ഇപ്പോൾ ഈ പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ, മറ്റത് ഇപ്പോൾ CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ CPIയും CPM-ഉം എല്ലാം ചർച്ച ചെയ്തെടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. അങ്ങനെ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളിലെല്ലാം CPI അഭിപ്രായം പറഞ്ഞിട്ട്, ഇപ്പോൾ ബ്രൂവറി വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ PM ശ്രീ വിഷയത്തിലാണെങ്കിലും എല്ലാം അങ്ങനെ ക്യാബിനറ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ചർച്ച ചെയ്യാതെ നയപരമായ വിഷയങ്ങളിൽ എവിടെയെങ്കിലും വ്യതിചലനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൃത്യമായ അഭിപ്രായം ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത വിഷയങ്ങളെല്ലാം LDF-ൽ ചർച്ച ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതൊരു ഏകാധിപത്യ ശൈലിയിലെന്നല്ല. പക്ഷേ ഈ ഒരു തീരുമാനം പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്താൽ തീരാവുന്ന വിഷയമുള്ളൂ എന്നുള്ള തരത്തിൽ ലഘൂകരിച്ച് കാണുന്നത് ഒരു ഏകാധിപത്യ ശൈലിയാണ്.